കുറച്ചുകൂടി സേഫ് പറയാം. 23,210 ഇതിൻ്റെ ബിലോ നമ്മൾ നോക്കിയാൽ മതി. സോ ഇവിടെ ഇതാണ് കോൺസെപ്റ്റ്. നമ്മൾ ഓവറോൾ നമുക്ക് വേവ് നമ്മൾ അറിഞ്ഞിരിക്കണം. വേവ് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ നെക്സ്റ്റ് ആക്ഷൻ അവരുടെ എന്തായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ അവർ എന്താ എടുക്കാൻ പോകുന്നത് വേവ് അറിയണമെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് വേവിൽ പ്രൈസ് മുകളിൽ പോകും, സെക്കൻഡ് വേവിൽ താഴേക്ക് വരും, തേർഡ് വേവിലേക്ക് മുകളിൽ പോകും, ഫോർത്തിലേക്ക് താഴെ വരും, ഫിഫ്ത്ത് വേവിലേക്ക് മുകളിൽ പോകും. സോ ഇതിൻ്റെ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് നാളെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ, ഈ ഒരു 333 കറക്ഷനിൽ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ, സോ നമുക്കറിയാം ഫിഫ്ത്ത് വേവ് മുകളിലേക്ക് പോകും. സോ നമുക്ക് എന്താ എടുക്കണം നമുക്ക് എക്സാക്ട്ലി ക്ലിയർലി പിടി കിട്ടും. സോ ഇതൊക്കെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നെക്സ്റ്റ് ഈ ഒരു സ്മോളസ്റ്റ് ഓർഡർ ലോക്ക് വരുന്നത് ഇതാണ്. ഇത് റെസിസ്റ്റൻസ് ആയിരിക്കും, കാരണം പ്രൈസ് താഴേക്ക് വരുന്നുണ്ടല്ലോ. ഓക്കെ, അതാണ്. സോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആൻഡ് ഇതൊക്കെ എല്ലാം നമുക്ക് ഇവിടെ ഇത് ഇതാകുമ്പോഴത്തേക്ക് പിന്നെ പ്രൈസ് വീണ്ടും നമ്മുടെ സഡൻ അപ്പ് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ അബവ് പോയാൽ റെഡ് ക്യാൻഡിൽ ഇതും ഓർഡർ ബ്ലോക്കായിരിക്കും, OB ആയിരിക്കും. ഓക്കെ, മിറ്റിഗേറ്റഡ് ആണോ ഇല്ല അതുകൂടി നോക്കണം. ഇവിടെ മിറ്റിഗേറ്റഡ് ആണ് ഈ ഒരു. സോ അതാണ് ആ ഒരു നമ്മൾ നേരത്തെ ഫസ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു മിറ്റിഗേറ്റഡ്. അത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് കാണുന്നത്. ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്തേക്കാം, ഞാൻ ആ വീഡിയോ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും BOS എന്താണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മിറ്റിഗേറ്റഡ് ആണോ ഓർ ഇല്ലയെന്ന്, അതൊക്കെ എല്ലാം കൂടി